ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, തിരക്കൊക്കെ കാരണം ഒരു ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ പരിപ്പ് വടയാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കുമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് സുഖം തന്നെയാണ്. നമുക്കെന്നാൽ പരിപ്പ് വട ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുന്നതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് പരിപ്പും കുറച്ച് കറിവേപ്പില, ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരി, നമ്മുടെ വീട്ടിൽ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി എടുത്തിരിക്കണം. കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, 2 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളങ്ങോട്ട് പരിപ്പ് മിക്സിയിലിട്ട് അടിച്ച് ഒത്തിരി അലിയാത്ത വിധത്തിൽ അങ്ങോട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും ഒന്ന് മിക്സ് ചെയ്യുക, പച്ചമുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുഴച്ച് പരിപ്പുവട ഉണ്ടാക്കാം. ഞാനിവിടെ പരിപ്പും പച്ചമുളകും ഉള്ളി ഇഞ്ചി എല്ലാം മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നമുക്കിനി ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഒന്ന് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് പരിപ്പ് വട ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഇതിൽ പരിപ്പും പച്ചമുളകിന് പകരം ഞാൻ കാന്താരി എടുത്തിരിക്കുന്നത്, 2 കുരുമുളകും ഇഞ്ചിയും ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് അമർത്തിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് എടുത്ത് ഇതിലോട്ട് ശകലം മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശകലം എരിവ് കൂടി ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചട്ടിയിലൊഴിച്ച് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതേ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മറിച്ചിടണം. നോക്കട്ടെ മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു വശം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ മറിച്ചിട്ടാലും മതി. മൊരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ പരിപ്പ് വട, നല്ല മൊരിഞ്ഞ് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി പരിപ്പ് വട ഉണ്ടോ? സൂപ്പർ പരിപ്പ് വട. നിങ്ങൾ ഇതുപോലെ പരിപ്പ് വട ഉണ്ടാക്കണം കേട്ടോ. വൈകുന്നേരം സമയങ്ങളിലൊക്കെ, ഞായറാഴ്ച ദിവസം ആകുമ്പോൾ ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പം എല്ലാവർക്കും ഒക്കെ ഇത്തിരി പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം.